Seem to understand
അല്പസമയം ഭവനത്തിൽ ചിലവഴിക്കുന്നത് ഇത് ഒരു ഫാമിലി ടൈമായിട്ടാണ്. ഈ സമയത്ത് കുടുംബത്തിലുള്ളതായ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് അല്പസമയം എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ സണ്ണിയുടെ ജീവിതത്തിൽ പലപ്പോഴും പാടി ആസ്വദിക്കുകയും ആശ്വസിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പാട്ടുകൾ മക്കളുടെ താല്പര്യപ്രകാരം ഇപ്പോൾ ഇവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ചിലർ ആർക്കെങ്കിലും എന്തെങ്കിലും ആശ്വാസവാക്കുകൾ പറയാനുണ്ടെങ്കിൽ പറയാം. അതിനുശേഷം അവസാനമായിട്ട് സഹോദരൻ സാബു ഒരു 5 മിനിറ്റ് ആശ്വാസ വാക്ക് പറയും. അതിനുശേഷം സഹോദരന് എം.എ. തോമസ് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. ഏതാണ്ട് 9:15 നമുക്ക് അവസാനിപ്പിച്ചാൽ തക്ക സമയത്ത് നമുക്ക് ഗോളിൽ ചെറിയേറുവാനായിട്ട് കഴിയും. Amen.
നാം എല്ലാവരും ഈ പ്രത്യേകമായ അവസരം ഇങ്ങനെയായിരിക്കാനാണ് ദൈവം നമ്മളോട് കരുണ ചെയ്തത്. എന്നാൽ നമ്മൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ തന്നെ സണ്ണിച്ചായനെ സംബന്ധിച്ചിടത്തോളം താൻ വിശിഷ്ട കർത്താവിനെ സേവിക്കുകയും സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും തൻ്റെ വേല നിവർത്തിക്കുകയും ചെയ്തു. ഭവനത്തിലുള്ള നമുക്ക് ദുഃഖത്തിന്റെ അവസരമാണ്, വേദനയുടെ അവസരമാണ്. ആ ദൈവമാണ് നമ്മളെ ഒക്കെയും ആശ്വാസിപ്പിക്കേണ്ടത്. പപ്പായെയും കൊച്ചിനെയും അമ്മാവയെയും മെസ്സിയെയും ആൻസിയെയും മേഴ്സിയെയും അതുപോലെ സഹോദരികളായ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുവാൻ തക്കമുള്ള വാക്കുകൾ നമ്മുടെ കർത്താവിന് മാത്രമേ തരുവാൻ സാധിക്കത്തുള്ളൂ. വേദപുസ്തകത്തിൽ ഒരു വാക്യം നമ്മൾ വായിക്കുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പൗലോസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഓർക്കുകയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് റീസൺ ടു ഗ്രീവ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഏവരേക്കാൾ ഇവിടെ നിൽക്കുന്ന ഈ ഭവനത്തിലുള്ള ഏവരേക്കാളും തന്റെ ശുശ്രൂഷ ആദ്യമായി നിവർത്തിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയ സണ്ണിച്ചാന്റെ ജീവിതത്തെ ഒന്ന് ഓർക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ജീവിക്കുന്നത് ക്രിസ്തു. തൻ്റെതായിരിക്കുന്ന യൗവന പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് ആ സമയത്ത് തന്നെ ഹണിമൂൺ ടൈം തന്നെ ഒരു ഡിസിഷൻ എടുത്തു. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടിയായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കുമ്പോൾ അവർ രണ്ടുപേരും കുഞ്ഞുമായി കടന്നുപോയ ആ അവസരം കർത്താവ് മാനിച്ചിട്ടുണ്ട് എന്നുള്ളതിന് നമ്മൾ ഇന്നലെയും ഇന്നുമായി കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അതിലുപരിയായി എന്തു വേണം? അനേകരെ ക്രിസ്തുവിലേക്ക് നേടി ആ ഡാർക്ക്നെസ്സിൽ നിന്നും ദൈവത്തിന്റെ ആയിരിക്കുന്ന നിത്യപ്രകാശത്തിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം തങ്ങൾ എടുത്തതായിരിക്കുന്ന ആ തീരുമാനം എത്രയോ ഉത്തമമായിരുന്നു. താൻ പ്രവർത്തിച്ചു, കർത്താവിന് വേണ്ടി മാത്രം ജീവിച്ചു. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നത് ലാഭമാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ലാഭം എന്ന് പറയുന്ന വാക്ക് തന്നെ ദാറ്റ് ഈസ് എ ഇൻവെസ്റ്റ്മെന്റ് വേർഡാണ്. നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ലാഭമോ നഷ്ടമോ ഉണ്ടാകത്തുള്ളൂ. കർത്താവിനെ പ്രിയ സണ്ണിച്ചായനെ സംബന്ധിച്ചിടത്തോളം ലാഭം മാത്രമാണ്. തന്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി കൊടുത്തു. ഇനി നിത്യതയിലേക്ക് തന്റേതായിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ ഗെയിൻ, അതിൻ്റെതായിരിക്കുന്ന ആ പ്രതിഫലത്തിനായിട്ട് താൻ പോയിരിക്കുകയാണ്. നമുക്കറിയാം, അവസാന നിമിഷങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം ഭവനത്തിലുള്ള ഓരോരുത്തർക്കും ഓരോ സമയങ്ങളിൽ വരുവാനും ഭവനത്തിലുള്ളവർ ഓരോരുത്തരും ആയിരിക്കാനും ഇടയായി. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദേവദാസൻ നമ്മുടേതായിരിക്കുന്ന സണ്ണിച്ചായനെ ഇനിയും നമ്മൾ വീണ്ടും കാണാൻ പോവുകയാണ്. ആ മഹത്വ പ്രത്യാശയായിരിക്കുന്ന ആ ദിവസമാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ് നമുക്ക് ഉള്ളത്. ഞാൻ ഒരിക്കൽ ഒരു ദേവദാസൻ പറയുകയുണ്ടായി. ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ചിലര് പറഞ്ഞു വിട്ടിരുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നമുക്ക് സ്വർഗത്തെ പറ്റി എല്ലാം പഠിപ്പിച്ചു, സ്വർഗത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ചില കുഞ്ഞുങ്ങൾ പറഞ്ഞു നമ്മൾ നല്ല കുഞ്ഞുങ്ങളായിരിക്കണം, ചിലർ പറഞ്ഞു നമുക്ക് നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം, ചിലർ പറഞ്ഞു രക്ഷിക്കപ്പെടണം എന്നുവരെയും പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ അതിൽ ഒരു കുഞ്ഞ് കൈപൊക്കി, എന്താണ് നിന്റെ ആൻസർ? നാം ആദ്യം മരിക്കണം, എന്നാലേ നമുക്ക് സ്വർഗത്തിൽ പോകാനൊക്കത്തുള്ളൂ. ദിസ് ഈസ് ദ പാത്വേ ടു അവർ ഹെവൻലി ഗ്ലോറി. ദൈവം വെച്ചിരിക്കുന്നതാണ്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പദവി തന്നെയാണെന്ന് നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നമുക്ക് നഷ്ടമോ നമുക്ക് ലാഭമോ എന്തും മരണമോ എന്തും വന്നുകൊള്ളട്ടെ എന്ന് പൗലോസ് പറഞ്ഞ വാക്ക് എത്രയോ സത്യമാണ്. ഈ രാവിലെ സമയം ദുഃഖിച്ചിരിക്കുന്ന ഹൃദയങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസം തരട്ടെ, പകരട്ടെ. പ്രിയ സണ്ണിച്ചായൻ വെച്ചു പോയിരിക്കുന്ന ആ പാത എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത. നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. എന്നാൽ അതിലുപരിയായി തന്നെ വിളിച്ച കർത്താവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച ഈ ദൈവദാസന്റെ ജീവിതം എത്രയോ മനോഹരമാണ്, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി. അതുപോലെ ഒരു എക്സാമ്പിൾ നമുക്ക് വെച്ചിട്ട് പോയിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും
ഹൃദയത്തിൽ സമാധാനം തരുവാൻ വലിയവനായ ദൈവീയ അവസരത്തിൽ കൃപ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ കൂടെയും ഇന്നത്തെ ശുശ്രൂഷയിൽ കൂടെയും ചിലർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയാകട്ടെ. താൻ പ്രിയം വെച്ച കർത്താവിന് വേണ്ടി ജീവിച്ച കർത്താവിനെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയങ്ങളിൽ ദൈവം സമാധാനം തരട്ടെ. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏത് സമയത്തും ദൈവസന്നിധിയിൽ ആശ്വാസം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. ഈ ഭവനം എൻ്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും മേഖലകളിലും എന്നെ വല്ലാതെ സ്പർശിക്കുകയും എന്റെ വിശ്വാസത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ഈ ലോകത്തിലെ ഏറ്റവും പ്രാധാന്യം എന്റെ ജീവിതം നൽകിയ ഒരു ഭവനമാണ്. വാത്സല്യ പിതാവ് പ്രിയപ്പെട്ട ദാനിയൽ സാറാണ് എന്റെ വിശ്വാസ മാർഗത്തിലേക്ക്
കാലുവെപ്പാൻ കൈപിടിച്ച് ഉയർത്തിയത്. ആദ്യമായിട്ട് ഞാൻ ആരാധനയ്ക്ക് വന്ന ദിവസം സണ്ണിച്ചാൻ ഉണ്ടായിരുന്നു. സണ്ണിച്ചാൻ എന്ന് ഒറീസയ്ക്ക് കടന്നു പോവുകയായിരുന്നു. ചെങ്ങന്നൂര് ഞാൻ കൊണ്ടുവിട്ടു. അതിൻ്റെ കയ്യിൽ ഒരു കൂട്ടായ്മ തന്നു. ആദ്യമായിട്ട് ഒരു വ്യക്തിയുടെ കൂട്ടായ്മ ലഭിക്കുന്നത് സണ്ണിച്ചാൻ കയ്യിൽ. പ്രോത്സാഹനം ഷായിച്ചാൻ, ലാലിയമ്മാമയും ഒക്കെ എൻ്റെ ജീവിതത്തിന്റെ ഓരോ വളർച്ചയിലും ഓരോ ഘട്ടങ്ങളിലും കൈത്താങ്ങൽ ചെയ്ത് ഞാൻ ഈ സ്നേഹം ഓർക്കുന്നു. സണ്ണിച്ചാന് നമ്മളെ വിട്ടുപോയി. നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവത്തിലേക്ക് നമുക്കങ്ങനെ അല്ലായിരുന്നു. പ്രിയ അമ്മാമയും കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. നിത്യതയിൽ കാണാം എന്നുള്ള അനുഗ്രഹീതമായ പ്രത്യാശ നമുക്കുണ്ടല്ലോ. കർത്താവ് സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും കൃപയും നൽകി നമ്മളെ സഹായിക്കട്ടെ. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകും. തികച്ചും ഒരു ഭക്തൻ തന്റെ ശുശ്രൂഷ, തന്റെ ജീവിതം, തന്റെ ഏറ്റവും സന്നിധാനം ഓർക്കുവാനായിട്ട് മനസ്സിൽ തങ്ങിയിരിക്കുന്നത് തന്റെ സമീപനമാണ്. ഒരു വ്യത്യസ്തമായ ഒരു സമീപനമാണ്. കൈതരുന്നതും ചിരിക്കുന്നതും വർത്താനം പറയുന്നതും തികച്ചും ഒരു ദൈവദാസന്റെ യോഗ്യത തന്റെ സമീപനത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തന്റെ ചിന്ത വളരെ ഹൃദയസ്പർശമാണ്. ഇടയ്ക്ക് വരുമ്പോൾ കോട്ടയം മീറ്റിംഗിൽ ചിന്തകൾ പറയുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ സന്നിധാനം എഴുന്നേറ്റിരുന്നെങ്കിൽ ഞാനത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. വളരെ കൃത്യമായ വാക്കാണെങ്കിലും അത് വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന ആഴമായ ചിന്തകൾ കേൾക്കാനായിട്ട് കഴിഞ്ഞു. ഇനി അത് കഴിയത്തില്ല എന്ന് എനിക്കറിയാം. നിത്യതയിൽ ഊനമില്ലാതെ, ക്ഷീണമില്ലാത്ത, മരണമില്ലാത്ത, തേസ്കരിക്കപ്പെട്ട പ്രിയ സന്നിധാനെ കാണും എന്നുള്ള ഉന്നതമായ ശ്രേഷ്ഠമായ പ്രത്യാശ ഹൃദയത്തിലുണ്ട്. പ്രിയ സാറിനെയും പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും, മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം പാഴ്ത്തിപ്പെടുവാനാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സണ്ണിച്ചായന്റെ ദേഹവിയോഗം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. തോട്ടക്കാരന്റെ തോട്ടത്തിൽ നിൽക്കുന്ന മനോഹരമായ പൂക്കളിൽ ഒന്ന് പറിക്കുവാന് തോട്ടക്കാരന് അനുവാദമുള്ളതുപോലെ ദൈവത്തിന്റെ തോട്ടത്തിലായിരിക്കുന്ന ആ പ്രിയ സണ്ണിച്ചായനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വിളിച്ചു. ഹല്ലേലൂയ, ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ സണ്ണിച്ചായൻ കൂടി ഞങ്ങൾക്ക് വളരെ സണ്ണിച്ചായനെ നോക്കി കണ്ട് പഠിക്കുവാൻ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം കറുത്ത മുഖത്തോട് ഒരിക്കലും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ചിരിക്കുന്ന മുഖത്തോട് മാത്രമേ എന്തും മനുഷ്യനോട് ഇടപെട്ടിട്ടുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിന് ഒരു മാതൃക പുരുഷനായിരുന്നു. ഹല്ലേലൂയ. കുടുംബത്തിനെന്ന പോലെ സമൂഹത്തിനും, അതുപോലെ ഇന്നലെ ഒറീസയിൽ നിന്ന് കടന്നു വന്ന വിലപ്പെട്ട മക്കള് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. പ്രിയ സണ്ണിച്ചായനോട് ചോദിക്കുമ്പോഴേ എങ്ങനെയുണ്ട് അവിടുത്തെ വേല എന്ന് ചോദിക്കുമ്പോഴൊന്നും അധികമായിട്ടൊന്നും തന്റെ വേലയെ പുകഴ്ത്തി പറയാതെ ദൈവത്തിൽ തന്റെ വേല വിശ്വസ്തയോടെ ചെയ്തുവെന്ന് ഒറീസയിൽ നിന്ന് കടന്നു വന്ന വിലപ്പെട്ട ദൈവമക്കളുടെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടു. പ്രിയരെ, ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സംഭവ കഥ ഓർത്തു പോകുന്നു. ലോക പ്രശസ്തനായ സുവിശേഷകൻ ബില്ലി ഗ്രഹാം ഒരിക്കൽ അദ്ദേഹത്തെ നോർത്ത് കരോലിയയിൽ ആദരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനൊരു വിരുന്ന് സംഘടിപ്പിച്ചു. എന്നാൽ ആ വിരുന്ന് പാർക്കിൻസൺ രോഗം ബാധിച്ച ആ മനുഷ്യന് ആ സുവിശേഷകനായ ബില്ലി ഗ്രഹാം ആദ്യം ക്ഷണം നിരസിച്ചുവെങ്കിലും ക്ഷണിച്ചവരുടെ ക്ഷണപ്രകാരം അദ്ദേഹം കടന്നുപോയി. അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഓർത്തു പോകുന്നു. 20-ാം നൂറ്റാണ്ടിലെ ഹല്ലേലൂയ ഭൗതിക ശാസ്ത്രജ്ഞനായി ടൈംസ് മാസിക
പേപ്പർ പ്രസിദ്ധീകരിച്ച ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഓർത്തു പോകുന്നു. അദ്ദേഹം ഒരിക്കൽ പ്രിസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കമ്പാർട്ട്മെന്റിൽ ഒരു ടിക്കറ്റ് എക്സാമിനറോട് കടന്നു. അദ്ദേഹം എല്ലാവരുടെയും ടിക്കറ്റ് എക്സാമിൻ ചെയ്ത് അവസാനം ഐൻസ്റ്റീന്റെ അടുത്തെത്തിയ സമയത്ത് ഐൻസ്റ്റീൻ പോക്കറ്റിലെല്ലാം പേഴ്സിൽ പരതി ടിക്കറ്റിന് വേണ്ടി. അദ്ദേഹം ടിക്കറ്റ് കണ്ടെത്തിയില്ല. അപ്പൊ ആ കമ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ഐൻസ്റ്റീന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും. എക്സാമിനറും പറഞ്ഞു, ഡോക്ടർ ഐൻസ്റ്റീൻ താങ്കൾ പ്രയാസപ്പെടേണ്ട, താങ്കൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, താങ്കൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ആശ്വസിപ്പിച്ചിട്ട് അദ്ദേഹം അടുത്ത കമ്പാർട്ട്മെന്റിലെ ടിക്കറ്റ് എക്സാം പരിശോധിക്കുന്നതിന് വേണ്ടി അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ സമയത്ത് ഈ പ്രശസ്തനായ ആൽബർട്ട് ഐൻസ്റ്റീന് സീറ്റിന്റെ അടിയിൽ എന്തോ പരതുന്നു. അപ്പോൾ ടിക്കറ്റ് എക്സാമിനർ പരിഭ്രാന്തനായി ഓടി വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഐൻസ്റ്റീൻ താങ്കളോടല്ലേ ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, നിങ്ങൾക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല, നിങ്ങളെ ഞങ്ങൾക്ക് അറിയാം വ്യക്തമായിട്ട്. അപ്പോഴ് മറവിക്കാരനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞു, സഹോദര, ഞാൻ ആരാണെന്ന് എനിക്ക് മാത്രമല്ല ഈ കമ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് ടിക്കറ്റിനകത്ത് നോക്കിയാലേ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ടിക്കറ്റ് തിരക്കുന്നത്. അതുപോലെ ദൈവപ്രിയരെ, ഹല്ലേലൂയ, നമ്മുടെ ഈ ജീവിതത്തില് മരണമെന്ന് പറയുന്ന ടിക്കറ്റ് കിട്ടുന്നതിന് മുൻപ് തന്നെ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. പ്രിയ സണ്ണിച്ചാനെ സംബന്ധിച്ചോളം ടിക്കറ്റ് കിട്ടുന്നതിന് മുൻപ് തന്നെ സീറ്റ് ഉറപ്പിച്ചിരുന്നു. താൻ ആരാണെന്ന് മാത്രമല്ല, താൻ എങ്ങോട്ട് പോകുന്നു എന്നുപോലും അറിയാമായിരുന്നു. ഇതാണ് ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ബില്ലി ഗ്രഹാം ഇങ്ങനെ പ്രസംഗം തുടങ്ങി. ഞാൻ ഇന്ന് ധരിച്ചിരിക്കുന്ന സൂട്ട് കണ്ടു, ഇത് ഹല്ലേലൂയ, ഇത് ഈ ചടങ്ങിന് വേണ്ടി വാങ്ങിച്ച ഒരു സൂട്ടാണ്. ഈ ദിവസങ്ങളിലൊന്നില്ല ഞാൻ എന്റെ ദേഹവിയോഗത്തെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ സ്യൂട്ടിനെ കുറിച്ച് ഒരിക്കലും ഓർക്കരുത്. പിന്നെ ഞാൻ ആരാണെന്നും ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ ആരാണെന്നും ഞാൻ എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. മരണത്തിലൂടെ കടന്ന് മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്ത് അക്കരെ നാട്ടിൽ എത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു നമുക്ക് മരണഭയമായിരുന്ന നമ്മൾക്ക് തരുന്ന ഒരു ഉറപ്പാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തിലൂടെ കടന്ന് നോക്കി അനേക നാളുകളില് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി അനേക ആൾക്കാർ മരണത്തിലൂടെ കടന്നിട്ടുണ്ട്. അതിലെ പണ്ഡിതരുണ്ട്, പാമരരുണ്ട്, വിദ്യാവിഹീനരുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്, വിവിധ ദേശക്കാരുണ്ട്, വിവിധ രാജ്യക്കാരുണ്ട്. അവർക്കെല്ലാം ക്രിസ്തുവിലുള്ള വിശ്വാസം അവരെ മരണത്തെ മന്ദഹാസത്തോടെ നേരിടുവാന് അവരെ സഹായിച്ചിട്ടുണ്ട്. മരണഭയത്തിലായിരുന്ന മനുഷ്യർക്ക് നൽകുന്ന ഉറപ്പാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, ഭയപ്പെടേണ്ട, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, ഇത് എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തെ ജയിച്ചു ഉത്ഥാനം ചെയ്ത നമ്മുടെ കർത്താവ് നമ്മുടെ നാഥനും നായകനുമായിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, നമുക്ക് മരണഭയം ഇല്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ ആരാണെന്ന് മാത്രമല്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഉൾബോധം, തിരിച്ചറിവ് നമ്മുടെ കർത്താവ് നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് ദൈവത്തെ വാഴ്ത്താം. ഈ കുടുംബത്തിന് ഒരു തീരാ നഷ്ടമാണ്, ഞങ്ങൾക്കൊരു തീരാ നഷ്ടമാണ്. ഈ ഗ്യാപ്പ് കർത്താവ് നികത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ അമ്മയെ ആശ്വസിപ്പിക്കട്ടെ, പ്രിയ അപ്പച്ചനെ ആശ്വസിപ്പിക്കട്ടെ, സഹോദരൻ ആശ്വസിപ്പിക്കട്ടെ. ഹല്ലേലൂയ. കടന്നു വന്ന ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ, പിന്നെ കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിന്റെ രക്ഷയെ സ്വന്തമാക്കുക. ഇതുവരെ സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു കർത്താവിന്റെ രക്ഷയെ സ്വീകരിക്കുക. കർത്താവിന്റെ നിത്യതയിൽ, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ നിത്യതയിൽ നമുക്ക് പ്രവേശിക്കുവാൻ ഇടവരട്ടെ. ഇപ്പൊ സണ്ണിച്ചാല് ഒരു 5 മിനിറ്റ് കർത്താവ് സമയം കൊടുത്തിരുന്നുവെങ്കിൽ സണ്ണിച്ചാൽ എഴുന്നേറ്റ് ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ നല്ല ഓർപ്പെടുത്തി, ഓട്ടം തിരിച്ചു, ഞാൻ വിശ്വാസം കാത്തു, എന്റെ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് സണ്ണിച്ചാനോട്, കുടുംബത്തിന്റെ പേരിൽ സണ്ണിച്ചാനോട് പറയുവാനുള്ളത്, സണ്ണിച്ചായ ഇപ്പോൾ പോയിക്കൊള്ളുക, കാലാവസാനത്തിക്കല് സണ്ണിച്ചായന്റെ പ്രവൃത്തിയുടെ ഫലം പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ദൈവം സഹായിക്കട്ടെ.
the skies. And the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. ആരെങ്കിലും ആശ്വാസവാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്പസമയമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എൻ്റെ ഒരു സഹോദരനാണ്. ബാല്യകാലം മുതലുള്ള എല്ലാ ചിന്തകളും എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. അവരുടെ ചിരി, സമീപനവും മറ്റുള്ള എല്ലാവർക്കും മാതൃകയായിരുന്നു. ആദ്യമേ കുടുംബങ്ങളിൽ നിന്ന് ഞാനാണ് സുവിശേഷകർക്ക് വേർതിരിഞ്ഞത്. ആദ്യം കഴിയാതെ പ്രിയ സണ്ണി വേർതിരിഞ്ഞു. ഞാൻ റോയി ഇങ്ങനെ ദൈവത്തിന്റെ മഹത്വമാകുന്ന സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സണ്ണി ഒറീസയിൽ പോയി. അവിടെ പോയി ചെയ്ത പ്രവർത്തിയെ കുറിച്ചൊക്കെ ചോദിച്ചാൽ എല്ലാം കർത്താവ് അറിയുന്ന വെച്ചാന്ന് പറയും. എന്നാൽ ഇന്നലെയാണ് അവരുടെ പ്രവൃത്തി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക അവിടെ നിന്ന് വന്ന സഹോദരങ്ങൾ വിവരിച്ച് പറഞ്ഞപ്പോഴാണ് സാധിച്ചത്. പ്രിയ സണ്ണി, നീ പോവുക, കാലാവസാനത്തിൽ നീ ഓഹരി പ്രാപിക്കാനായിട്ട് പറയുന്നു. അന്ന് ഞങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവനാമമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, അവിടുന്ന് മഹത്വ സമ്പൂർണ്ണനാകയാൽ ഞങ്ങളെ സ്തുതിക്കുന്നു, നമ്മെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്. എങ്കിലും വരാത്ത ഒരു പ്രത്യാശ അവിടെ തന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയ സ്ഥലം ഒരിക്കലും പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് ഞങ്ങൾക്ക് പ്രത്യാശയോട് വാക്തത്വം തന്നിട്ടാണല്ലോ അവിടുന്ന് പോയിരിക്കുന്നത്. അവിടുന്ന് മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റുന്ന പിതാവിന്റെ മരണത്തിനായിട്ടിരിക്കുന്നത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് വീട് ഒരുക്കി കഴിഞ്ഞാൽ അവിടുന്ന് വരും. അത് ഇന്ന് തന്നെ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ സണ്ണിയുടെ ഭൗതിക ശരീരത്തിന് ഒരു കവറടക്കത്തിന്റെ ആവശ്യം വരികയില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സഭയിൽ ചേർക്കപ്പെടുമായിരുന്നു. ആ പ്രത്യാശയോടെ ജീവിക്കാൻ തക്കവണ്ണം പ്രിയച്ചാരെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ തിരുവനന്തപുരത്ത് വായിക്കുന്നത് പുരുഷന്മാർ അടക്കം ചെയ്തു എന്നാണ്. മണ്ണിരുന്നെടുത്ത് മണ്ണിലേക്ക് ആ കർത്താവിനെ എത്തിച്ചൊരു പാട്ടൊക്കെ സഹായിക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എല്ലാവിധ പ്രത്യാശിക്കാരും സ്തോത്രം. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവിന്റെ മഹത്വത്തിനായിപ്പെടുവാൻ സഹായിക്കണമേ. സണ്ണിയുടെ ആത്മാവിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാനില്ല. കർത്താവെ, ഞങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രസംഗിക്കുന്നത്, സാക്ഷ്യം പറയുന്നത്, അനുസ്പന്ദമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ പ്രധാനങ്ങളും ക്രിയകളും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ തിരുവനന്തപുരം മുഖാന്തരം അറിയുന്നുണ്ട്. എന്നാൽ കർത്താവ് ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി ചെയ്തു. അവിടുന്ന് കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി തടയാതുമായി തീർന്ന് അവിടുന്ന് മരിച്ചടക്കത്തെ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ നീതികരണത്തിനായ സ്വർഗത്തെ
ജീവിക്കുന്നതിന്റെ സ്തോത്രം. കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ നിത്യയുടെ രക്ഷയുടെ അവകാശികളായി തീരുവാൻ അവിടുന്ന് അധികാരം തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഇതുപോൽക്കാലം ചില ധൈര്യങ്ങൾ നിത്യതയിൽ കാണുവാൻ ഇടയാക്കണമേ എന്നവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് അവരുടെ അവരുടെ ശുശ്രൂഷ വരാതിരിക്കണമേ. ശുശ്രൂഷകളെ അവിടെ നിയന്ത്രിച്ചുകൊണ്ടേ കേൾക്കുന്നവർക്ക് പ്രത്യാശ ഉളവാക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോട് കേട്ടവരുടെ സ്തോത്രം. കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഫാമിലിയുടെ ഫോട്ടോ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞാൽ ഉടൻ തന്നെ ബോഡി വരുന്നത് തന്നെ.
Gracias.
The arrival
Yes, when this heart and flesh shall fail, and mortal life shall cease, I shall possess within the veil a joyful joy and peace. When we've been there 1,000 years, bright shining as the sun, we've no less days to sing God's praise than when we first begun. Blessed assurance, Jesus is mine. Oh, what a foretaste of glory divine, heir of salvation, purchase of God, born of His Spirit,
ആ